നമുക്കെല്ലാവർക്കും ഇടുക്കി ജില്ലയിലെ ഭയങ്കര മനോഹരമായ സ്ഥലം പറയാൻ പറഞ്ഞാൽ മൂന്നാർ, വാഗമൺ, തേക്കടി പോലുള്ള കുറച്ച് സ്ഥലങ്ങളായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അല്ലേ. എന്നാൽ അതേ ഭംഗിയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള വേറൊരു സ്ഥലമാണ് സത്രം. ഇടുക്കിയിലെ തന്നെ അധികം ആരും അങ്ങോട്ട് എത്തിപ്പെടാത്തതും എന്നാൽ കുറച്ച് ഓഫ് റോഡ് വഴി മാത്രം അങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ട് നല്ലൊരു വ്യൂ പോയിൻറ്റും പോകുന്ന വഴിയൊക്കെ ഗംഭീര വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് നല്ലൊരു യാത്രാനുഭവങ്ങൾ തരുന്ന ഒരു വഴിയാണ് സത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നിലവിൽ ഞാൻ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഏലപ്പാറ കുട്ടിക്കാനം വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രൈവും നമുക്ക് ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. ഈ കാണുന്ന തേയിലക്കാടിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു നല്ലൊരു വിശാലമായ റോഡും ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുള്ളൊരു ഡ്രൈവും യാത്രയൊക്കെ ഒരു ഗംഭീര അനുഭവം തന്നെയാണ്. അങ്ങനെ ആ യാത്ര പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഏലപ്പാറ ടൗൺ വരും. ആ ഏലപ്പാറ ടൗണിൽ പെട്രോൾ പമ്പും നമുക്ക് ഒരുപാട് കടകളൊക്കെ കിട്ടും. അപ്പോൾ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. പെട്രോളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഫില്ല് ചെയ്ത് യാത്ര തിരിക്കാം. അങ്ങനെ വീണ്ടും ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാനം ഡയറക്ഷനിൽ ഹെഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മിസ്റ്റായി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടുന്നത്. കാരണം കുട്ടിക്കാനം ഭാഗത്ത് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നല്ല രീതിയിൽ കോടിറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വൈബ് വേറെ ലെവലാണ് നമുക്ക് ആ ഒരു യാത്രയിൽ കിട്ടുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളവിടെ പോയി ആ ഒരു ഡ്രൈവ് ചെയ്ത് നമ്മൾ ആ വണ്ടിക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. പോയവർക്ക് മനസ്സിലാവും. അങ്ങനെ ആ കോടമഞ്ഞ് മൂടിക്കെടുക്കുന്ന ആ ഒരു റോഡിൻ്റെ നടുവിൽ കൂടെയുള്ള ഒരു യാത്ര പോയി നമ്മൾ രണ്ടാമത് എത്തുന്നത് കുട്ടിക്കാനം ടൗണിലാണ്. അപ്പോൾ കുട്ടിക്കാനം ടൗൺ എത്തുമ്പോൾ ഒരു റൗണ്ട് അബൌട്ട് വരും. റൗണ്ട് അബൌട്ട് എന്നല്ല, ഒരു ജംഗ്ഷൻ വരും. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കുമളി ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത്. ശരിക്കും നമുക്ക് സത്രത്തിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം വണ്ടിപ്പെരിയാർ വന്ന് അവിടെ നിന്ന് ആ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു വഴി, അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സത്രത്തിലേക്ക് റൈറ്റ് സൈഡിലേക്കുള്ളൊരു ഡീവിയേഷൻ കാണാം. അപ്പോൾ ആ വഴി പോയി കഴിഞ്ഞാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് സത്രത്തിലേക്ക് എത്താനുള്ളതും ആ വ്യൂ പോയിന്റിലേക്ക് എത്താനുള്ള റോഡ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പോകുന്നത് പരുന്തുംപാറ വഴിയാണ്. കാരണം കുറച്ച് ഉള്ളിലേക്കുള്ള വഴി ആയതുകൊണ്ടും എന്തെങ്കിലും ഒരു വിഷ്വൽ ബ്യൂട്ടി നല്ല രീതിയിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ യാത്ര ഞാൻ തുടരുന്നത്. പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ മോശം റോഡാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും കൂടെ റോഡിനേക്കാൾ പ്രാധാന്യം എനിക്ക് ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളായതുകൊണ്ട് തന്നെ ഞാൻ പയ്യെ ഈ റൂട്ട് തന്നെ തീരുമാനിച്ചു. നിലവിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ ഭംഗിയൊക്കെ കണ്ട് ആ ഒരു കോടേൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയൊക്കെ പോയി നമ്മൾ ആ പരുന്തുംപാറ എത്തി. സത്യം പറഞ്ഞാൽ പരുന്തുംപാറ ചൂസ് ചെയ്ത് തന്നെ ഞാൻ പോണ വഴിക്ക് ആ പരുന്തുംപാറൊക്കെ ഷൂട്ട് ചെയ്ത് ആ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് നല്ല നിർത്തി ചായയൊക്കെ കുടിച്ച് പോവാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ പരുന്തുംപാറ എത്തിയപ്പോൾ കണ്ടില്ലേ, ഇന്നൊരു കടയും തുറന്നിട്ടില്ല. മാത്രമല്ല ഒരു വണ്ടിയും ഇവിടെ കാണാനില്ല, ടൂറിസ്റ്റ് ഇല്ല. അത് ഇടദിവസം ആയതുകൊണ്ടാവാം. കാരണം ശനി ഞായറൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വന്നവർക്ക് അറിയാൻ പറ്റും, നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടാത്തൊരു ഏരിയയാണ് പരുന്തുംപാറ. അപ്പോൾ ഈ കോട ഇങ്ങനെ മൂടിക്കിടക്കുന്നതിൻ്റെ പേരിൽ ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിന്നൊന്നുമില്ല. കാരണം പരുന്തുംപാറയിൽ ആ വ്യൂ പോയിൻ്റ് ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും ഒരു മൂടിക്കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ആ യാത്ര പരുന്തുംപാറ നിർത്താതെ ഒരു ചായ പോലും കുടിക്കാതെ തന്നെ ഞാൻ നേരെ വണ്ടി മുന്നോട്ട് തന്നെ എടുത്തു. പരുന്തുംപാറ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴേക്കും റോഡൊക്കെ ഇത്തിരി മോശമായി തുടങ്ങും. പക്ഷെ എന്നിരുന്നാലും ഞാൻ റോഡിൻ്റെ കാര്യത്തിൽ ഇന്ന് ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ പോകുന്ന വഴി നല്ലൊരു പ്ലസൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ചുറ്റും തേയിലക്കാടും ആ ഒരു പച്ചപ്പിൻ്റെ ആ ഒരു അന്തരീക്ഷവും കോടമഞ്ഞും മൊത്തത്തിൽ ആ ഒരു യാത്രനെ ഗംഭീരമാക്കുന്ന ഒരു സീക്വൻസ് ഈ ഒരു വഴിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഈ വഴി കൂടെ പോകുമ്പോൾ നമുക്കൊരു ചിന്ത വരും, ഈ റോഡ് നടുവിൽ എവിടെയെങ്കിലും വെച്ച് നിന്ന് പോകുമെന്നുള്ളത്. കാരണം അത്രമാത്രം കുറേ പോക്കറ്റ് റോഡ് രീതിയിലാണ് നമുക്ക് ഈ യാത്ര പോകേണ്ടി വരിക. പക്ഷെ എന്നിരുന്നാലും കുറച്ച് മോശപ്പെട്ട റോഡ് ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ വഴി ചൂസ് ചെയ്യണത് ഒരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ദൂരങ്ങൾ ഇങ്ങനെ പോകുന്തോറും ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു വഴിയായി മാറുന്നുണ്ട് ഈ ഒരു റൂട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു വണ്ടിയുടെ തിരക്കൊന്നും ഇല്ലാതെ ഭയങ്കര രസമായിട്ട് ഒരു യാത്ര തന്നെയാണ് നമുക്ക് ഈ ഒരു വഴി ത്രൂ ഔട്ട് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഒരു ടൗണിൽ കൂടെ പോയി മെയിൻ റോഡിൽ കൂടെ ഒക്കെ പോയി ആസ്വദിക്കേണ്ട ഒരു സാധനം കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ മാറുന്ന രീതി കണ്ടില്ലേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ സത്രം പോകുന്നവർ ഈ ഒരു വഴി, അതായത് പരുന്തുംപാറ വഴി ഈ ഉള്ളിലേക്കുള്ളൊരു റൂട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡ്രൈവ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റോഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ മോശം എന്നല്ല, പക്ഷെ എന്നിരുന്നാൽ എല്ലാ വണ്ടിക്കും പോകാൻ പറ്റുന്നൊരു ആക്സസ് തന്നെ ഈ റോഡിനുണ്ട്. ചില സ്ഥലത്തൊക്കെ നല്ല റോഡ് വരും, ചില സ്ഥലത്ത് മാത്രമാണ് ഈ ഗട്ടറുള്ള റോഡ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സത്രം പോകുമ്പോൾ ഈ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു ട്രിപ്പ് ഗംഭീരമാക്കണ ഒരു ഡെസ്റ്റിനേഷനായി മാറും. അങ്ങനെ നമ്മളുടെ ഈ ഒരു ചെറിയ വഴി നമ്മൾ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു 4 കിലോമീറ്ററോളം മുന്നോട്ട് വരുമ്പോൾ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എക്സിറ്റ് ആയിട്ട് നമ്മൾ കയറുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്ന് നമ്മൾ ആ ഒരു സത്രത്തിലേക്ക് തിരിയുമ്പോൾ കിട്ടുന്ന ആ ഒരു റോഡിലേക്കാണ് നമ്മൾ അതിൻ്റെ നടുവിൽ നിന്ന് ജോയിൻ ചെയ്യണത്. സത്യം പറഞ്ഞാൽ പ്രകൃതി ഭംഗി കൊണ്ട് ഇങ്ങനെ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേട്ടോ സത്രം. പോകുന്ന വഴിയായാലും കണ്ടില്ലേ, ഒരു കാണാത്ത രീതിയിലുള്ളൊരു റൂട്ടാണ് നമുക്ക് ഓൺ ദ വേ മൊത്തത്തിൽ നമുക്കിവിടെ കിട്ടുന്നത്. അതിപ്പോൾ നമ്മൾ ഉൾനാടൻ വഴി കൂടെ വന്നാൽ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വേറൊരു രീതിയും, ഇനിയിപ്പോൾ മെയിൻ റോഡിൽ കൂടി വന്നാലോ ഇതേ കണ്ടില്ലേ, ഇതേ രൂപത്തിൽ തന്നെയാണ്. നമുക്കൊരു തരത്തിലും നമ്മളെ മടുപ്പിക്കാത്തൊരു വ്യൂ തന്നെയാണ് ത്രൂ ഔട്ട് ഈ വഴി നമുക്ക് തരുന്നത്. അങ്ങനെ ആ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഈ കാണുന്ന ഒരു സ്ഥലം ഓർമ്മയിൽ വെക്കുക. കാരണം ഈ ഷെഡ് ഒരു ലാൻഡ്മാർക്കൊക്കെ വെച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ കണ്ടില്ലേ ഈ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്, മണ്ണിട്ട വഴിയാണ്. അപ്പോൾ ആ വഴി പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഓൾഡ് സത്രത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ എത്തുന്നത് ഈ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സത്രമായിരുന്നു പണ്ട്. അതായത് പണ്ടത്തെ കാലത്ത് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് കാട്ടിലൂടെ പോകുന്ന ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്കൂടെ തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഒരു 12 കിലോമീറ്ററോളം തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു യാത്രയിൽ കൂടെയാണ് അന്ന് ആ ശബരിമലയ്ക്ക് സന്നിധാനത്തിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ ആ പോകുന്ന വഴി ആണ് ഈ സത്രം വരുന്നത്. അപ്പോൾ ഇവിടെയാണ് വൈകുന്നേര സമയങ്ങളിൽ അവർ തങ്ങാറുള്ളത്. അപ്പോൾ പണ്ടത്തെ ഒരു ലോഡ്ജാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് വന്നത്. അപ്പോൾ വന്ന വഴി അതേപോലെ തിരിച്ചു പോയിട്ട് വേണം നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്താൻ. സത്യം പറഞ്ഞാൽ സത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്. അങ്ങനെ മെയിൻ റോഡിൽ കയറി കുറച്ചാട് മുമ്പോട്ട് പോകുമ്പോൾ ഈ കാണുന്ന ഒരു ജംഗ്ഷൻ വരും. ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞിട്ട് ഈ കാണുന്ന വഴി കൂടെ കയറി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു എൻട്രി വരുന്നത്. ഈ വഴി തൊട്ടാണ് ശരിക്കും ഇവിടേക്കുള്ളൊരു ഓഫ് റോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഓഫ് റോഡ് വാഹനം ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൈക്ക്, അതിനകത്ത് നമുക്കൊരു ഓഫ് റോഡ് സ്കില്ല് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പോയത് അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഇല്ല, നമുക്കൊരു നോർമൽ കാറാണ്, അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഇല്ല, ഒരു 4x4 സപ്പോർട്ടിംഗ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് ജീപ്പ് ഹയർ ചെയ്യാൻ പറ്റും. ഓഫ് റോഡ് കയറി കുറച്ചങ്ങോട്ട് മുമ്പിലോട്ട് പോരുമ്പോൾ ഇവിടെ വഴി തെറ്റിപ്പോണ്ട, ഈ കാണുന്ന വഴി കൂടെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നേരെ ചെല്ലണതാണ് നമ്മളുടെ ആ ഒരു വ്യൂ പോയിന്റ്. ആ ഒരു എൻഡിൽ കണ്ടില്ലേ കുറച്ച് തൂണുകൾ നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആ ഒരു മലയുടെ മുകളിലേക്കാണ് നമുക്ക് ആ ജീപ്പ് ഓഫ് റോഡ് ചെയ്തിട്ട് എത്തേണ്ടത്. പക്ഷെ ആ പോണ ആ ഒരു കയറ്റത്തിൻ്റെ ഒരു ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു മാസീവാണ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് അവിടെ ആ ഒരു ഓഫ് റോഡിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ പടക്കുതിര കുതിച്ച് കയറി ആ ഒരു ഹില്ലിലേക്ക് എത്തിയപ്പോൾ അതാ കിടക്കുന്നു വ്യൂ മൊത്തം കവർ ചെയ്തിട്ട് ഹെവി ഫോഗ്. അതുകൊണ്ടെന്താ ആ ഫോഗ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. കാരണം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ചുറ്റുള്ളൊരു വ്യൂ കാണാതെ പോണത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ കാണുന്ന രീതിയിലുള്ളൊരു വ്യൂ പതുക്കെ ആ ഒരു ഫോഗ് മാറ്റി തന്നപ്പോൾ നമുക്ക് കിട്ടിയത്. ഇവിടെ ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആ ഒരു കാറ്റിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാറ്റ് എന്നുള്ള തോന്നിപ്പോണ രീതിയിലുള്ള അത്ര സ്ട്രെങ്ത് ഉള്ളൊരു കാറ്റാണ് നമുക്കിവിടെ മൊത്തം വീശിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ഒരു വ്യൂവും കൂടെ കിട്ടുമ്പോൾ അവിടെ നിന്ന് കാണുന്ന ആ ഒരു ഫീല് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല വീഡിയോനകത്ത് അത് ഡിഫ്ലക്റ്റ് ആവുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഒരു മസ്റ്റ് ട്രൈ ഡെസ്റ്റിനേഷൻ ആയിട്ട് തന്നെ ഞാൻ ഈ വ്യൂ പോയിന്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു.
കൂടാതെ ഞാനിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കാറ്റ് വന്ന് അടിക്കുന്ന സൗണ്ട് ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ ആ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സ്ട്രെങ്ത് ആണ് ഇവിടുത്തെ ഈ കാറ്റിനുള്ളതെന്ന്. ഈ കാണുന്നത് ഒരു റോഡല്ല, പക്ഷേ മറിച്ച് NCC എയർഫോഴ്സ് വിങ്ങിൻ്റെ ഒരു റൺവേ ട്രാക്കാണത്. NCC കേഡറ്റ്സിന് വിമാനം പറപ്പിക്കാനുള്ളൊരു പരിശീലനം നൽകാനായിട്ടാണ് ഈ കാണുന്ന 12 ഏക്കർ ഭൂമിയിൽ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉപകാരം എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തം പോലത്തെ ഇതൊക്കെ വരുമ്പോൾ നമുക്കിവിടെ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റും ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്ത് ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. എത്ര നേരം വേണമെങ്കിലും നമ്മൾക്ക് ഈ മലനിരകളുടെ ഭംഗി ആസ്വദിച്ച് നിന്നാലും കൂടെ നമുക്കിവിടെ ആ ഒരു മടുപ്പ് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ. ആ കാണുന്ന മലനിരകളുടെ താഴെയുള്ളത് മൊത്തം ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് ഒത്തിരി ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആനയും കാട്ടുപോത്തും പുലിയൊക്കെ നടന്നു പോണത് നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും നമുക്ക് അതിനെ സൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും ദേഷ്യം ഉണ്ടാക്കിയ ഒരു കാഴ്ചയാണിത്. നമ്മൾ ആരിവിടെ വന്നാലും നമ്മൾ മാക്സിമം വേസ്റ്റ് ഒന്നും വലിച്ചെറിയാതെ അത് നമ്മൾ തന്നെ അത് ഹാൻഡിൽ ചെയ്ത് കളയേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞ് ഈ ഒരു നേച്ചറിൻ്റെ ഭംഗി നിലനിർത്തണം. അതുകൊണ്ട് തന്നെ ആരിവിടെ വന്നാലും ഒരു റെസ്പോൺസിബിൾ ട്രാവലറായിട്ട് തന്നെ തിരിച്ചു പോവുക. അടുത്തതായിട്ട് ഇനി ആ കാണുന്ന മലയുടെ മുകളിലേക്കും കൂടെ ഈ വണ്ടി ഒന്ന് ഓടിച്ച് കയറ്റി കുറച്ചും കൂടെ നല്ലൊരു ഓപ്പൺ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ കുറച്ചും കൂടെ ടോപ്പിലെത്തിയപ്പോൾ നമ്മൾ നേരത്തെ നിന്ന ആ വ്യൂ പോയിൻ്റ് ഇതാ കാണുന്ന അവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ആ ഒരു വ്യൂ കാണുമ്പോൾ നോക്കി ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഗംഭീര ഒരു വ്യൂ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇത് ത്രൂ ഔട്ട് നമുക്ക് എവിടെ നോക്കിയാലും കിട്ടുന്നത്. അങ്ങനെ ഇതുപോലത്തെ ഒരു ഉൾവഴി കൂടെ പോയിട്ട് വേണം നമുക്ക് ഈ മല ഇറങ്ങി പ്രോപ്പറായിട്ട് നമ്മുടെ റോട്ടിലേക്ക് എത്തി തിരിച്ചു പോകാൻ. അങ്ങനെ ആ ഒരു ചെറിയൊരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇതുപോലത്തെ ഒരു വഴി കൂടെ എത്തും. ഈ വഴി നേരെ എക്സിറ്റ് ചെയ്യണത് നമ്മൾ വന്ന ആ ഒരു മെയിൻ റോഡിലേക്കാണ്. ഇനി ഇങ്ങോട്ട് KSRTC സർവീസും കൂടി ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്കിപ്പോൾ കുമളിയിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് മൗണ്ട് സത്രം എന്ന് പറയുന്ന ഒരു ബസ് കിട്ടും. അത് നേരെ വന്ന് ഇറങ്ങുന്നത് ഇവിടേക്കായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ സ്ഥലങ്ങൾ ജീപ്പിൽ വന്ന് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യണം അതാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു 4x4 വണ്ടിയായിട്ട് വരിക, അല്ലാന്നുണ്ടെങ്കിൽ ജീപ്പ് ഹയർ ചെയ്ത് വരിക. എന്നാൽ മാത്രമേ ഇവിടുത്തെ എല്ലാ ഭംഗിയും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് താഴെ ഞാനൊരു ജീപ്പ് ഡ്രൈവർ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് അത് ഡയൽ ചെയ്തിട്ട് ആളോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാവുന്നതായിരിക്കും. വീഡിയോൻ്റെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കയറിയത് പരുന്തുംപാറ വഴി കുറച്ച് ഉൾവഴി ചുറ്റിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഈ റോഡ് കണക്ട് ചെയ്തത്. പക്ഷേ പ്രോപ്പറായിട്ട് ഇപ്പോൾ KSRTCയും മറ്റേ ജീപ്പൊക്കെ വരികയാണെങ്കിൽ പ്രോപ്പറായിട്ട് വരുന്നൊരു റൂട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് എക്സിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റൂട്ട്. അപ്പോൾ ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകൾ കാണാനുണ്ടെന്നുള്ളതാണ് ഇനി അങ്ങോട്ടേക്കുള്ള കുറച്ച് നേരം. പോകുന്ന വഴിക്ക് നമുക്ക് AVTയുടെ ഒരു ടീ ഫാക്ടറി ഔട്ട്ലെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ടീ ഫാക്ടറി നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഷൂട്ട് ചെയ്തത്. കൂടാതെ പോകുന്ന വഴി നമുക്ക് റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ മനോഹരമായ കുറേ വെള്ളച്ചാട്ടങ്ങളും ആ ഒരു നേച്ചറിൻ്റെ പല പല രീതിയിലുള്ള നല്ല ഭംഗിയുള്ള കുറേ ഫ്രെയിമുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ തേക്കടി വരുന്ന ഏതൊരാളും ഈ ഒരു സ്ഥലം കാണാതെ പോകരുത്. കാരണം 27 കിലോമീറ്ററാണ് തേക്കടിയിൽ നിന്ന് നമുക്ക് ആകെ വരുന്നൊരു ദൂരം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു 27 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു സർപ്രൈസിങ് നേച്ചറാണ്.
ഇനി ഇത് കൂടാതെ മൂന്നാറും വാഗമണും വയനാടൊക്കെ പോയി മടുത്ത ആൾക്കാർക്ക് ഒരു വേറിട്ട കാഴ്ചകൾ കാണാനും മറ്റൊരനുഭവം തരാനുള്ളൊരു വഴി അല്ലെങ്കിൽ നല്ലൊരു ഡ്രൈവ് അതിൻ്റെ കൂടെ തന്നെ നല്ല കുറച്ച് വ്യൂ പോയിൻറ്റും അങ്ങനെ എന്തൊക്കെ ഒരു ട്രിപ്പിൽ കിട്ടാവുന്നതിൻ്റെ ഒരു ബെസ്റ്റ് മൊമെൻറ്റ് നമുക്ക് വേണോ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഗംഭീര ഡെസ്റ്റിനേഷനാണ് സത്രം. ഇത് ശരിക്കൊരു 1 ഡേ ട്രിപ്പായിട്ട് മാറ്റി നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. കാരണം രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ഡെസ്റ്റിനേഷനിലും ഇവിടെ രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്കിതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നിൽക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റേ ആണെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ സ്റ്റേ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താമസിച്ചിട്ടാണെങ്കിലും താമസിക്കാതെയും നമുക്ക് ഈ സ്ഥലം വന്ന് സന്ദർശിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഈ സ്ഥലം സന്ദർശിക്കാൻ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത്തിരി റെസ്പോൺസിബിൾ ട്രാവലറായി പെരുമാറേണ്ട സമയമാണ്. കാരണം ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം നമ്മളിവിടെ വന്ന് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണുള്ളത്. ഇത് ക്ലീനാക്കി സംരക്ഷിക്കാനും നല്ലൊരു നാളേക്ക് വേണ്ടി ഈ ഒരു പ്രകൃതിയെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യണത് നമ്മളുടെ എല്ലാവരെയും ഉത്തരവാദിത്വം തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം.